ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ യൂസിങ് 555 IC ടൈമറിനെ പറ്റിയിട്ടാണ്. മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഇറ്റ് ഹാസ് വൺ സ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് വെൻ വി ഗിവ്സ് എ ട്രിഗർ പൾസ് ഇറ്റ് ഗോസ് ടു എ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ്. ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിട്ട് ഇത് സ്റ്റേബിൾ സ്റ്റേറ്റ് 0 ആയിരുന്നു. ഒരു ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് പോകും. ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ഗിവിംഗ് എനി അതർ ട്രിഗർ പൾസ് ഇറ്റ് കംസ് ഓട്ടോമാറ്റിക്കലി ടു ഇറ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് 0. സോ ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി എത്ര സമയം ഈ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ അത് നിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ RC കോൺസ്റ്റന്റ് അല്ലെ ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ നെറ്റ്വർക്ക്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ 555 ടൈമർ IC യൂസ് ചെയ്ത് നമ്മളൊരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഡിസൈൻ ചെയ്യുമ്പോഴും വി വിൽ ബി കണക്ടിങ് ആൻ RC നെറ്റ്വർക്ക് എക്സ്റ്റേണലി ടു ദ 555 ടൈമർ IC. സോ അത് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങിൻ്റെയും ഇതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഓൺ ടൈം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. സോ നമുക്ക് അതിൻ്റെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. മുമ്പത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ബ്ലോക്ക് ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ്. സെക്കൻഡ് ബ്ലോക്ക് ഒരു കമ്പാരേറ്റേഴ്സ് ഉണ്ട്. തേർഡ് ബ്ലോക്ക് ഒരു RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്യൂ ബാർ ഈസ് കണക്റ്റഡ് ടു ഒരു പവർ ആംപ്ലിഫയർ ആയിരിക്കും. ഈ പവർ ആംപ്ലിഫയർ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ ശരിക്കും 555 ടൈമർ ICയുടെ ഔട്ട്പുട്ട് തേർഡ് പിന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. ദിസ് ഇസ് ആൻ ഇൻവേർട്ടിംഗ് പവർ ആംപ്ലിഫയർ. അതുകൊണ്ട് തന്നെ ഈ ക്യൂ ബാറിൽ എന്ത് വന്നാലും അതിനെ നോട്ട് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വിറ്റ് ആക്ട്സ് എ നോട്ട് ഗേറ്റ് ഓൾസോ. സോ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ഇനീഷ്യൽ കേസിൽ ഇവിടെ നമ്മുടെ VCC R1 വഴി കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറിയാം വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഈ ഒരു റെസിസ്റ്ററിന് എക്രോസ് നമുക്ക് വരുന്ന ഒരു നോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 1/3 VCC ആണ്. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു നോഡിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ്? 2/3 VCCയും ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫസ്റ്റ് കമ്പാരേറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് കിട്ടുന്നത് ഈ കപ്പാസിറ്ററിന്റെ ക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും. കമ്പാരേറ്ററിന്റെ സെക്കൻഡ് കമ്പാരേറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിലോട്ട് നമ്മൾ ആദ്യം ഇനീഷ്യലി ഒരു നെഗറ്റീവ് ട്രിഗർ പൾസ് ആണ് കൊടുക്കുന്നത്. സോ ദിസ് ഔട്ട്പുട്ട് ഓഫ് ദിസ് കമ്പാരേറ്റർ ഇസ് കണക്റ്റഡ് ടു എൻ RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് this is the output Q. Q bar is again connected to power amplifier. ഇതിനെ നോട്ട് ചെയ്യും. എന്താണോ നോട്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കാം. സോ ഈ ക്യൂ ബാർ ഒരു എങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്? ഒരു NPN ട്രാൻസിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്ചാർജിങ് സർക്യൂട്ടാണ്. ഇതിന്റെ ബേസിലോട്ട് ഇതിന്റെ എമിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കളക്ടർ നമ്മുടെ കപ്പാസിറ്ററിന്റെ ഒരു ടെർമിനലിലേക്ക് കണക്ഷൻ പോയിട്ടുണ്ട്. നൗ നമുക്കിതിന്റെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഫംഗ്ഷൻ നോക്കാം. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ് ഔട്ട്പുട്ട് 0 ആണെന്ന്. Q 0 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പൊ എന്ത് വന്നു? ക്യൂ ബാർ 1 വന്നു. പവർ ആംപ്ലിഫയർ എന്താണ്? ഇൻവേർട്ടിംഗ് പവർ ആംപ്ലിഫയർ ആണ്. സോ ഇറ്റ് വിൽ നോട്ട് അല്ലെ 1 എന്തായി? 0 ആയി. നമുക്ക് ഇവിടെ കിട്ടിയത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നൗ ക്യൂ ബാറിൽ കിട്ടിയ 1, ഈ ക്യൂ ബാറിൽ കിട്ടിയ 1 എന്നുള്ള സിഗ്നലാണ് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് വരുന്നത്. ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് എന്ന് വെച്ചാൽ ഇവിടെ ചാർജ് ആയിരുന്നിരുന്ന കപ്പാസിറ്റർ VCC വഴി ചാർജ് ആയിരുന്ന കപ്പാസിറ്റർ ഗ്രൗണ്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യും. ഇതിനെ ക്രോസ് ഇപ്പോൾ വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. അപ്പൊ ഇതേ 0 വോൾട്ട് തന്നെയാണ് ആദ്യം നമുക്ക് ഇവിടെ കിട്ടുന്നത് ഫസ്റ്റ് കമ്പാരേറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. പ്ലസ് ഇവിടെ 0ഉം ഇവിടെ 2/3 VCC. നെഗറ്റീവ് ടെർമിനലാണ് വലിയ വോൾട്ടേജ്. ഔട്ട്പുട്ട് ഓഫ് ദിസ് കമ്പാരേറ്റർ വിൽ ബി 0. എഗെയിൻ നമുക്ക് ഈ സെക്കൻഡ് കമ്പാരേറ്റർ നോക്കാം. ഇതിന്റെ പോസിറ്റീവ് ടെർമിനൽ വന്ന് നിൽക്കുന്നത് 1/3 VCC ആണ്. നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ നെഗറ്റീവ് റിവേഴ്സ് ആണ്. ഇനീഷ്യലി അത് ചെറുതായിരിക്കും. ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ടെർമിനലത്തെ വോൾട്ടേജ് ആയിരിക്കും വലുത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ 0 1. ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താവും? 1 ആവും. ക്യൂ ബാർ എന്താവും? 0 ആവും. ഇതിനെ നോട്ട് ചെയ്യുമ്പോൾ പവർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്താവും? 1 ആവും. എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ഔട്ട്പുട്ട് കിട്ടിയത് അത് തന്നെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ക്യൂ ബാർ 1 ആയി കഴിയുമ്പോൾ ക്യൂ ബാർ 0 ആയി അല്ലെ. ക്യൂ ബാർ ഇപ്പൊ Q1ഉം ക്യൂ ബാർ 0 ആയി. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ ഇതിന്റെ ബേസിൽ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ എന്ത് വരും? ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ 0 വരും. നമ്മുടെ സ്വിച്ച് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക.
ഓപ്പൺ സ്വിച്ച് സർക്യൂട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് കപ്പാസിറ്റർ പിന്നെ ഡിസ്ചാർജ് ചെയ്യില്ല. ഇറ്റ് അഗെയിൻ സ്റ്റാർട്ട്സ് ചാർജിങ്. ആദ്യം ഇത് 1/3 VCC വരെ ചാർജ് ചെയ്യും. സോ 1/3 VCC വരെ ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഇവിടെ കപ്പാസിറ്ററിനെ ക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു പോയിന്റ് പോസിറ്റീവ് ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജ് 1/3 VCC ആയിരിക്കും അല്ലെ? 1/3 VCC. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന 1/3 VCCയും 2/3 VCCയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എഗെയിൻ നെഗറ്റീവ് ടെർമിനൽ തന്നെയാണ് വലിയ വോൾട്ടേജ്. അതുകൊണ്ട് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് എഗെയിൻ 0 തന്നെ ആയിരിക്കും. ഇനി ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ട്രിഗർ പൾസ് വലിയൊരു ട്രിഗർ പൾസ് ആയിട്ടുണ്ടാവും. സോ പോസിറ്റീവ് ടെർമിനലുള്ളത് 1/3 VCC, നെഗറ്റീവ് ടെർമിനലുള്ള വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിൽ പോലും വലിയ വോൾട്ടേജ് ആയിട്ടുള്ളത് കൊണ്ട് വലിയ വാല്യൂ നെഗറ്റീവ് ടെർമിനലത്തെ ആയിരിക്കും. സോ ആ വാല്യൂ വലുതായതുകൊണ്ട് ഇവിടെയും കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ആറിലേക്കും എസിലേക്കും 0 വന്നു കഴിഞ്ഞാൽ മുമ്പത്തെ അതേ സ്റ്റേറ്റ് തന്നെ പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെ അത് എക്സിസ്റ്റ് ചെയ്യും. സോ ഈ ഇതേ 0 തന്നെയാണ് ഇവിടെ നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് വരുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട് അല്ലെ? ഈ സമയത്ത് നമ്മുടെ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. കപ്പാസിറ്റർ എഗെയിൻ ചാർജ് ചെയ്യും. 1/3 VCC നിന്ന് 2/3 ഇറ്റ് ഗ്രേറ്റർ ദാൻ 2/3 VCC അല്ലെ? 2/3 VCCനേക്കാളും കുറച്ചും കൂടി വലിയൊരു വാല്യൂവിലേക്ക് അത് ചാർജ് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഫസ്റ്റ് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ടിൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും എന്ന് വെച്ചാൽ 2/3 VCCനേക്കാളും വലിയ വാല്യൂ. ഇനി നോക്കൂ, നെഗറ്റീവ് ടെർമിനൽ 2/3 VCC, പ്ലസ്സില് 2/3 VCCയെക്കാളും വലിയ വാല്യൂ. പ്ലസ് ടെർമിനലാണ് വലുത് വന്നേക്കണം വോൾട്ടേജ്. അപ്പൊ ഔട്ട്പുട്ട് എന്തായി? 1 ആയി അല്ലെ? അപ്പൊ നമ്മുടെ കമ്പാരേറ്റർ 1ന്റെ ഔട്ട്പുട്ട് 1 ആണ്. ഇനി സെക്കൻഡ് കമ്പാരേറ്ററിലും ഈ സമയത്ത് പിന്നെയും ഈ ട്രിഗർ പൾസ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? എന്ന് വെച്ചാൽ വലിയ ട്രിഗർ പൾസ് ഇവിടെ തന്നെയാണ്, നെഗറ്റീവ് ടെർമിനൽ തന്നെയാണ്. പോസിറ്റീവ് ടെർമിനൽ ചെറിയ വോൾട്ടേജ് ആണ്. സോ അതുകൊണ്ട് നെഗറ്റീവ് ടെർമിനൽ വലുതായതുകൊണ്ട് ഇതിന്റെ കമ്പാരേറ്റർ 2ന്റെ ഔട്ട്പുട്ട് പിന്നെയും 0 തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ 6ലേക്ക് 1ഉം എസിലേക്ക് 0യും, 6ലേക്ക് 1ഉം എസിലേക്ക് 0യും. Q എന്താവും? 0 ആവും. Q എന്താവും? 0 ആവും അല്ലെ? അടുത്തത് Q 0 ആവും. സോ Q 0 ആവും. ഇവിടെ 1 വരും. ഇതിനെന്ത് ചെയ്യും? ഈ പവർ ആംപ്ലിഫയറിനെ അഗെയിൻ നോട്ട് ചെയ്യും. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 0 കിട്ടും. സോ 1 നമുക്ക് പിന്നെയും അഗെയിൻ ഫെഡ് ബാക്ക് ടു ദ ട്രാൻസിസ്റ്റർ. ഇത് 1 വരുന്ന സമയത്ത് ഇത് ട്രാൻസിസ്റ്റർ എന്താവും? ക്ലോസ്ഡ് സ്വിച്ചിനെ പോലെ വർക്ക് ചെയ്യും. സോ ഈ ക്ലോസ് സ്വിച്ചിനെ പോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്തു തുടങ്ങും? അഗെയിൻ ഗെറ്റ്സ് ഡിസ്ചാർജ്ഡ് അല്ലെ? സോ ഈ ഒരു സർക്യൂട്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്ത് ചെയ്യുക. നമുക്ക് ഇനീഷ്യലി 0 ആയിരുന്നു ഔട്ട്പുട്ട്, പിന്നെ കുറച്ച് നേരത്തേക്ക് അത് 1 ആയി, പിന്നെ അഗെയിൻ ഇറ്റ് കം ബാക്ക് ടു 0 അല്ലെ? അപ്പോൾ ഇനീഷ്യലി ഒരു ട്രിഗർ പൾസ് കൊടുക്കുന്ന സമയത്തേക്ക് മാത്രം അത് 1 ആവും, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി വിൽ കം ബാക്ക് ടു 0. സോ ഈ രീതിയിലാണ് നമ്മുടെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഇത് എത്ര നേരം ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കും എന്നുള്ളത്, ഓൺ സ്റ്റേറ്റിൽ നിൽക്കും എന്നുള്ളത് നമുക്ക് T വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് T is equal to 1.1 R1 into C. എന്ന് വെച്ചാൽ ഈ ഓൺ പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് T is equal to 1.1 R1 into C എന്നുള്ളതാണ്. സോ ഇതാണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ സ്റ്റേ ഇൻ ഇസ് ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. So this is the working of a monostable multivibrator using a 555 timer IC.